സൽമാൻ റളിയല്ലാഹു അൻഹു അഗ്നിയാരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. പേർഷ്യയിലെ രാജകുടുംബാംഗമാണ് സൽമാൻ. പ്രധാനമന്ത്രിയുടെ മകനാണ്. വാപ്പാക്ക് കൃഷിയാണ് ജോലി. ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ട്. ഒരു ദിവസം പിതാവിൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ ഇതുപോലെയുള്ള ഒരു തുണി കൊണ്ട് ഷെഡ് കെട്ടിയിട്ട്, പന്തൽ കെട്ടിയിട്ട്, കൂടാരം നിർമ്മിച്ച്, തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അതിലിരുന്നു കൊണ്ട് ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അക്കാലത്തെ മുസ്ലിങ്ങളായ കുറേ ആളുകളെ കണ്ടു. ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ, അന്നത്തെ മുസ്ലിങ്ങൾ, ഇന്നത്തെ ഭാഷയെ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ. ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അഗ്നിയാരാധനയിൽ നേരത്തെ തന്നെ താല്പര്യമില്ലാതിരുന്ന സൽമാൻ അതിൽ ആകൃഷ്ടനായി കുറേ സമയം ഇരുന്നു. മറ്റൊരിക്കൽ വീണ്ടും പിതാവിൻ്റെ തോട്ടം കാണാൻ വേണ്ടി പോയപ്പോൾ രാജാവിൻ്റെ മകനെയും കൂടെ കൊണ്ടുപോയി. രാജകുമാരനെ തോട്ടം സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ കൂടാരത്തിൽ കയറി കുറേ അധികം സമയം ഇരുന്നു. നേരം പോയതറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ രാജകുമാരനെ കാണാനില്ലാത്തതിനാൽ പട്ടാളക്കാർ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് കൂടാരം നിർമ്മിച്ച് അതിൽ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അഗ്നി ആരാധനയോട് താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഏതാനും പുരോഹിതന്മാർ, അതായത് പഴയകാല പണ്ഡിതന്മാർ, അവരെക്കുറിച്ച് വിവരം ലഭിച്ചു. അവരെ കോടതിയിൽ, കൊട്ടാരത്തിൽ ഹാജരാക്കി വിചാരണ നടത്തി. പുരോഹിതന്മാരെ നാടുകടത്താനും സൽമാനെയും രാജകുമാരനെയും ജയിലിലടക്കാനും വിധി പ്രഖ്യാപിച്ചു. സൽമാനെ ജയിലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പുരോഹിതന്മാരുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് മെല്ലെ ചോദിച്ചു, ഞാൻ ഏതെങ്കിലും കാലത്ത് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരികയാണെങ്കിൽ നിങ്ങളെ കാണാൻ ഞാൻ എവിടെയാണ് വരേണ്ടത് എന്ന് ചോദിച്ചു. പുരോഹിതന്മാരുടെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ഈ നാടിൽ നിന്ന് പോകേണ്ടി വരികയാണെങ്കിൽ മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരിക്കും ഞങ്ങൾ പോവുക. അവിടെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ദീർഘകാൽ കൽത്തുറുങ്കിൽ സൽമാൻ ജീവിച്ചു. ആ കൽത്തുറുങ്കിൽ താമസിക്കുന്ന കാലത്ത് രാജകുമാരൻ പഴയ അഗ്നി ആരാധനയിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ സൽമാൻ മടങ്ങിയില്ല. ഒരു ദിവസം കൽത്തുറുങ്കിൻ്റെ ജയിലിൻ്റെ സെക്യൂരിറ്റിയുടെ സമ്മതത്തോടുകൂടെ, അനുമതിയോടുകൂടെ, മൗനാനുവാദത്തോടുകൂടെ സൽമാൻ ജയിൽ ചാടി രക്ഷപ്പെട്ട് മൗസിലിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് പുരോഹിതന്മാരെ കണ്ടുമുട്ടി, അവരോടൊപ്പം ജീവിച്ചു. അതിലെ വലിയ പണ്ഡിതന്റെ ഖാദിമായി സൽമാൻ ഇങ്ങനെ ജീവിച്ചു. അയാൾ രോഗം പിടിപെട്ട് മരണപ്പെട്ടപ്പോൾ അയാളോട് ചോദിച്ചു, ഇനി ഞാൻ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? അയാൾ മറ്റൊരാളെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ 3 ആളുകളുടെ അടുക്കൽ താമസിച്ചു. 3ാമത്തെ ആളും മരണപ്പെടുമ്പോൾ ഇനി ഞാൻ എടുക്കാൻ പോകേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇനി കാര്യമായിട്ട് എങ്ങോട്ടും പോകണ്ട, 4ാം വേദം, അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചാൽ മതി. അവസാന പ്രവാചകനെ കണ്ട് വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ച് കഴിഞ്ഞുകൂടിയാൽ നിനക്ക് എല്ലാ നിഅമത്തുകളും റഹ്മത്തുകളും വന്നു ചേരും. 3ാമത്തെ പുരോഹിതനും മരണപ്പെട്ടതിന് ശേഷം സൽമാൻ മക്കയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു കൊള്ളക്കാരെ കണ്ടുമുട്ടി. അവർ സൽമാനെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു. ജൂതന്മാരുടെ കൈവശമാണ് അടിമയായി സൽമാൻ എത്തിച്ചേർന്നത്. കൈമാറി അവസാനം മദീനയിലെ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ പാറാവുകാരനായി സൽമാൻ എത്തിച്ചേർന്നു. ആ സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അവസാന പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ സൽമാൻ അവസാന പ്രവാചകൻ നബി തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. പൂർവകാല വേദങ്ങൾ പഠിച്ചതിൽ നിന്ന്
അവസാന പ്രവാചകന്റെ 3 അടയാളങ്ങളെ സൽമാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവസാനത്തെ പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല. 2, അവസാനത്തെ പ്രവാചകൻ ഹദിയ ഭക്ഷിക്കും. 3, അവസാനത്തെ പ്രവാചകൻ അവസാന പ്രവാചകനാണെന്നറിയിക്കുന്ന ഖാത്തമുൻ നുബുവ്വ എന്ന നുബുവ്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീല് അവസാന പ്രവാചകന്റെ മുതുകത്തുണ്ടായിരിക്കും. ഇങ്ങനെ 3 അടയാളങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ തൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് ഒരു പിടി കാരക്കയെടുത്ത് യജമാനന്റെ സമ്മതത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് യാത്ര തിരിച്ചു. നബി തങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക തിന്നലില്ല എന്ന് പറഞ്ഞു. വാങ്ങിയില്ല. സ്വതക്കയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ വാങ്ങിയില്ല. അമ്പിയാക്കൾ സ്വതക്ക കഴിക്കൂല. അപ്പോൾ സൽമാന് മനസ്സിലായി ഒന്നാമത്തെ ലക്ഷണം കറക്റ്റാണ്. പക്ഷെ സമയമില്ല, അടിമയാണ്, വേഗം മടങ്ങിയെത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഉടനെ മടങ്ങി. രണ്ടാമതൊരു ദിവസം വീണ്ടും അല്പം ഈത്തപ്പഴമെടുത്ത് കാരക്കയെടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നു. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിനക്ക് ഹദിയയാകുന്നു എന്ന് പറഞ്ഞു. അതിൽ വാങ്ങിയിട്ട് 3 എണ്ണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോൾ സൽമാന് മനസ്സിലായി ഹദിയ ഭക്ഷിക്കും. രണ്ടാമത്തെ ലക്ഷണവും കറക്റ്റാണ്. ഇനിയൊരു ലക്ഷണമുണ്ട്, മുതുകത്ത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളമുണ്ട് എന്നാണ്. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരടിയിൽ ചുമലിൽ പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു. അതിലേതാനും രോമങ്ങളുണ്ട്. അതാണ് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഖാത്തമുൻ നുബുവ്വ എന്ന് പറയുന്ന നുബുവത്തിൻ്റെ സീല്, അവസാന മുദ്ര. അതാണ് അത് നബി തങ്ങളുടെ മുതുകത്തുണ്ട്. പക്ഷെ ആരും കാണലില്ല. അതിൻ്റെ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാണെങ്കിൽ പോലും ഷർട്ട് ധരിക്കും. ചുമല് തുറന്നിട്ടിട്ട് ഒരിക്കലും നബി തങ്ങൾ നടക്കൂല. അതുകൊണ്ട് ആരും കാണൂല. കാണാനൊരു വഴിയില്ല. സൽമാൻ പല നിലക്കും നോക്കി, ചോദിക്കാനായിട്ട് വയ്യേനും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സഹാബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. സഹാബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ഖബറുകളൊക്കെ ഉണ്ട്, മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ട്, കഫൻ ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. നബി തങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എന്തായാലും കാണുമെന്ന് കരുതി. കാരണം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എന്തായാലും കുപ്പായം കഴിച്ചാതിരിക്കൂലല്ലോ. അങ്ങനെയാണ്. പക്ഷെ നബി തങ്ങൾ അപ്പോഴും കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയണത് നിങ്ങളോടൊക്കെ തന്നെയാണ്. കുപ്പായിടണം എപ്പോഴും. ആൾക്കാരുടെ ഇടയ്ക്ക് എന്ത് ചെയ്യരുത്, കീറിയ പനിയിട്ടുങ്ങാണ്ടൊന്നും വരരുത്, കുപ്പായിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമല് പുറമൊന്നും ആർക്കും കാണിച്ചു കൊടുത്തിരുന്നില്ല. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അതുകൊണ്ട് എപ്പോഴും കുപ്പായം ധരിക്കണം, കമ്മീസ് ധരിക്കണം. എന്തെങ്കിലും ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു മുണ്ട് ഇങ്ങനെ തോളിക്കൂടി ഇടലും വേണം. ചുമല് മറക്കണം. അപ്പം അതുകൊണ്ട് കാണൂലായിരുന്നു. ഖബറുകളൊക്കെ ഉണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർക്ക് ഇറങ്ങുന്നുണ്ട്, മയ്യത്ത് വാങ്ങിയൊക്കെ ഉണ്ട്. കുപ്പായം കഴിച്ചിട്ടില്ല, കാണൂല. സൽമാൻ അങ്ങനെ വന്നിട്ട് 4 പുറങ്ങനെ നടന്നിട്ട് എത്തി നോക്കി കാണാണ്ടോന്ന്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ഇളകുമ്പോൾ കണ്ടില്ല. അവസാനം മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞു, ജനാസ സംസ്കാരം കഴിഞ്ഞു. എല്ലാവരും മടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. സൽമാനല്ലേ ആ നിൽക്കണതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അടുത്തേക്ക് വാർ. എന്നൊരു കുപ്പായതിൻ്റെ കുടുക്ക് കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതല്ലേ പറ്റാ നോക്കണ സാധനം. അതിൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം.